നമസ്കാരം. ഭീകരവാദം ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. മതപരമായ തീവ്രവാദവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മുൻനിർത്തി നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഈ വിപത്ത് മാനവികതയ്ക്ക് മേൽ കറുത്ത നിഴൽ വീഴ്ത്തുന്നു. ആഗോളതലത്തിൽ ഇസ്ലാമിക ഭീകരവാദം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയുടെയും ക്രൂരതയുടെയും നേർചിത്രമായിരുന്നു 10 വർഷങ്ങൾക്ക് മുൻപ് സൊമാലിയയിൽ നടന്ന ഡാലോ എയർലൈൻസ് സ്ഫോടന ശ്രമം. തീവ്രവാദ ഗ്രൂപ്പുകൾ ലോകമെമ്പാടും ഭീതി വിതയ്ക്കുന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ആ വിമാനം തകർക്കുവാനുള്ള നീക്കം. 2016 ഫെബ്രുവരി 2 സൊമാലിയൻ തലസ്ഥാനമായ മൊഗാദൌഷുവിൽ നിന്നും ജിബൂട്ടിയിലേക്ക് പുറപ്പെട്ട ഡാലോ എയർലൈൻസ് ഫ്ലൈറ്റ് 159 നടന്ന സ്ഫോടനം ലോകത്തെ ഞെട്ടിച്ചു. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കളുമായി വിമാനത്തിൽ കയറിയ അബ്ദുല്ലാഹി അബ്ദിസലാം ബോർലെ എന്ന ചാവേറാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. വിമാനം പറന്നുയർന്ന് 15 മിനിറ്റുകൾക്ക് ശേഷം ഏകദേശം 11,000 അടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് സ്ഫോടനം നടക്കുന്നത്. വിമാനത്തിൻ്റെ ക്യാബിൻ പൂർണ്ണമായും മർദ്ദീകരിക്കപ്പെടാത്ത സമയത്തായിരുന്നു സ്ഫോടനം എന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. വിമാനത്തിൻ്റെ വശത്ത് 1 മീറ്ററോളം വലിപ്പമുള്ള ദ്വാരം സ്ഫോടനത്തെ തുടർന്ന് രൂപപ്പെട്ടു. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ ചാവേർ വിമാനത്തിന് പുറത്തേക്ക് തെറിച്ചുപോയി മരിക്കുകയും ചെയ്തു. മറ്റ് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഈ സംഭവം പൈലറ്റിൻ്റെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഒരു വൻ വിമാന ദുരന്തമായി മാറാതെ പോയത്. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം സൊമാലിയൻ ഭീകര സംഘടനയായ അൽ ഷബാബ് ഏറ്റെടുത്തു. പാശ്ചാത്യ ഉദ്യോഗസ്ഥരെയും നാറ്റോ സേനയും ലക്ഷ്യം വെച്ചാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയതെന്നാണ് അവർ അവകാശപ്പെട്ടത്. ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരായ പാശ്ചാത്യ സഖ്യത്തിൻ്റെ നീക്കങ്ങൾക്കുള്ള പ്രതികാരമാണിതെന്ന ന്യായീകരണമാണ് അവർ നൽകിയത്. എന്നാൽ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ ആത്യന്തികമായി തകർക്കുന്നത് സമാധാനകാംക്ഷികളായ സാധാരണക്കാരുടെ ജീവിതമാണ്. മതത്തിൻ്റെ പേരിൽ അക്രമം അഴിച്ചുവിടുന്നവർ യഥാർത്ഥത്തിൽ ആ മതത്തിൻ്റെ തന്നെ മൂല്യങ്ങളെയാണ് തകർക്കുന്നത്. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദം നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ ആഗോള സുരക്ഷാ സംവിധാനങ്ങളെ അടിമുടി മാറ്റാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുവാനും ലാപ്ടോപ്പുകൾ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിമാനത്തിനുള്ളിൽ കയറ്റുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും ഇത്തരം സംഭവങ്ങൾ കാരണമായി. ഡാലോ എയർലൈൻസ് സ്ഫോടനത്തിന് പിന്നിൽ മറ്റൊരു യാദൃശ്ചികത കൂടി ഉണ്ടായിരുന്നു. ചാവേർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ യഥാർത്ഥത്തിൽ ടർക്കിഷ് എയർലൈൻസിൽ യാത്ര ചെയ്യേണ്ടവരായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ആ വിമാനം റദ്ദാക്കിയതിനാലാണ് യാത്രക്കാരെ ഡാലോ എയർലൈൻസിലേക്ക് മാറ്റിയത്. ഭീകരവാദികൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുവാൻ എത്രത്തോളം ആസൂത്രിതമായാണ് നീങ്ങുന്നതെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. വിമാനത്തിനുള്ളിൽ എവിടെ ഇരിക്കണമെന്നും എപ്രകാരം സ്ഫോടനം നടത്തിയാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാമെന്നും ചാവേറിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഇത് കാണിക്കുന്നത് ഭീകര സംഘടനകൾക്ക് സാങ്കേതികമായ അറിവും കൃത്യമായ ചാരശൃംഖലയും ഉണ്ടെന്നാണ്. മതതീവ്രവാദം മനുഷ്യരാശിക്കുമേൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ ആഴത്തിലുള്ളതാണ്. മതങ്ങളെ ഹിംസയുടെ ഉപകരണങ്ങളാക്കി മാറ്റുന്നത് ലോക സമാധാനത്തിന് ഭീഷണിയാണ്. ഡാലോ എയർലൈൻസ് സംഭവം 10 വർഷങ്ങൾക്ക് ശേഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സുരക്ഷാ കാര്യങ്ങളിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചാണ്. ഭീകരവാദത്തെ ആശയപരമായും സൈനികപരമായും നേരിടേണ്ടത് ആധുനിക സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വിദ്വേഷം പടർത്തുന്ന ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തുകയും മാനവികതയുടെയും സഹിഷ്ണുതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിക ഭീകരവാദം ഉൾപ്പെടെയുള്ള എല്ലാ നീക്കങ്ങൾക്കുമുള്ള ശാശ്വതമായ പരിഹാരം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.